ഇന്ന് 2 കഥകളായാലോ? ആദ്യം ഐരാവതത്തിൻ്റെ കഥ പറഞ്ഞുതരാം, പിന്നെ നന്ദികേശ്വരൻ്റെയും കഥ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഐരാവതത്തിനെ പറ്റി പറയട്ടെ. ആദ്യകാലത്ത് ഈ പ്രപഞ്ചത്തിൽ ഭൂമി ഉണ്ടാകുന്നതിനും വളരെ മുമ്പ് ജലം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നോക്കത്താ ദൂരത്തോളം പരന്ന് ജലം മാത്രം. ആ ജലത്തിൽ ഒരു സ്വർണ്ണ മുട്ട ഉയർന്നു വന്നു. വർഷങ്ങൾക്ക് ശേഷം ആ മുട്ട വിരിഞ്ഞു. അതിൽ നിന്ന് ബ്രഹ്മാവ് വന്നു. ബ്രഹ്മാവാണ് ഭൂമി സൃഷ്ടിച്ചത്. ആദ്യം ഭൂമി സൃഷ്ടിച്ചു, സമയം സൃഷ്ടിച്ചു, കാലാവസ്ഥ സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടികർമ്മം നടത്തിക്കൊണ്ടേയിരുന്നു. ജീവികളെ സൃഷ്ടിച്ചു, പല വർഗങ്ങളിലും നിറങ്ങളിലും വലിപ്പത്തിലുമൊക്കെയുള്ള ജീവികൾ. അങ്ങനെ ഈ സൃഷ്ടികർമ്മത്തിനിടയ്ക്ക് അദ്ദേഹം 16 ആനകളെ സൃഷ്ടിച്ചു. 8 ആണാനകളും 8 പെണ്ണാനകളും. ഇവ വെള്ള നിറമുള്ള വലിയ ആനകളായിരുന്നു. അവയ്ക്ക് വലിയ വലിയ ചിറകുകളുമുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും വലിയ ആനയായിരുന്നു ഐരാവതം. ഐരാവതത്തിന് 4 കൊമ്പുകളും ഉണ്ടായിരുന്നു. മറ്റുള്ള ആനകൾക്കൊക്കെ 2 കൊമ്പുകളുണ്ടായിരുന്നപ്പോൾ ഐരാവതത്തിന് 4 കൊമ്പുകളുണ്ടായിരുന്നു. ഈ 8 ആനകൾ പെണ്ണാനകളും 8 ആനകൾ ആണാനകളുമാണെന്ന് പറഞ്ഞല്ലോ. ഈ ആനകൾ 8 ജോഡികളായിട്ട് തിരിഞ്ഞു. എന്നിട്ട് 8 ദിക്കുകളെ പാലിച്ചു തുടങ്ങി. ഈ 8 ദിക്കുകൾ ഇവർക്ക് വീതം വെച്ച് കൊടുത്തത് ബ്രഹ്മാവ് തന്നെയാണ്. ഐരാവതത്തിന് ജോഡിയായിട്ട് കിട്ടിയ പെണ്ണാന അബ്രമു എന്ന ആനയായിരുന്നു. ഭൂമിയുടെ കിഴക്ക് വശം പരിപാലിക്കുകയായിരുന്നു ഈ 2 ആനകളുടെ ജോലി. പ്രപഞ്ചത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം നോക്കിയിരുന്നത് പുണ്ടരീകൻ എന്നും കപില എന്നും പറയുന്ന ആനകളായിരുന്നു. അവർക്ക് കൂട്ട് അഗ്നിദേവനായിരുന്നു. വടക്ക് ഭാഗം പരിപാലിച്ചിരുന്നത് വാമനനെന്നും പിങ്കള എന്നും പറയുന്ന 2 ആനകളായിരുന്നു. അവർക്ക് കൂട്ട് യമനായിരുന്നു, യമദേവൻ. തെക്ക് ദിക്കിൻ്റെ പരിപാലനം സർവഭൂമനെന്നും താമ്രകർണ എന്നും പേരുള്ള 2 ആനകൾക്കായിരുന്നു. അവർക്ക് കൂട്ട് കുബേരനായിരുന്നു. തെക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ സുപ്രീതിക എന്നും അഞ്ജനാവതി എന്നും പറയുന്ന 2 ആനകളും സോമദേവനുമായിരുന്നു ഉണ്ടായിരുന്നത്. വടക്ക് പടിഞ്ഞാറ് ഭാഗമാണെങ്കിൽ കുമുദൻ എന്നും അനുപമ എന്നും പേരുള്ള ആനകളും അവർക്കൊപ്പം സൂര്യനും. പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ അഞ്ജനൻ എന്നും അഞ്ജന എന്നും പേരുള്ള ആനകൾ വരണനൊപ്പവും. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പുഷ്പദണ്ഡൻ എന്നും ശുഭദന്തി എന്നും പേരുള്ള ആനകളും വായുവുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പല ദിക്കുകളിലായിട്ട് ഈ 2 ആനകൾ വീതം ഓരോ ദേവന്മാർക്കൊപ്പം പ്രപഞ്ചത്തിനെ സംരക്ഷിച്ചു. മഴമേഘങ്ങൾ ഉണ്ടാവാനും അവ ആകാശത്തു കൂടി സഞ്ചരിക്കാനും അവ മഴയായി പെയ്ത് ഭൂമിയിലേക്ക് വീഴാനും സഹായം ചെയ്തിരുന്നത് ഈ ആനകളായിരുന്നു. അവരുടെ സംരക്ഷണയിൽ ഭൂമി വളരെയധികം അഭിവൃദ്ധി പ്രാപിച്ചു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം വളരെ ഭക്തനായ ഒരു മുനി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ദീർഘതപസ് എന്നായിരുന്നു. ഈ ദീർഘതപസ് മുനി വലിയൊരു വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് തപസ് ചെയ്യുകയായിരുന്നു, ധ്യാനിക്കുകയായിരുന്നു. അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇരുന്ന മരത്തിന് മുകളിൽ കൂടി ആകാശത്തു കൂടി ഒരു ആന പറന്നുപോയി. ഈ ആനയ്ക്ക് ഈ മരം കണ്ടപ്പോൾ കുറച്ചൊന്ന് നിലത്തിറങ്ങി ഇരുന്നാൽ കൊള്ളാമെന്ന് തോന്നി. നല്ല പച്ച നിറത്തിലുള്ള നീണ്ട ശാഖകളൊക്കെ ഉള്ളൊരു മരം. അതിൻ്റെ കൊമ്പിലിരുന്ന് ഇത്തിരി വിശ്രമിച്ചിട്ട് പോകാമെന്ന് കരുതി ആന താഴേക്കിറങ്ങിയിട്ട് ഒരു കൊമ്പിലിരുന്നു. പക്ഷേ ആ കൊമ്പിന് കനം കുറവായിരുന്നു, ബലം കുറവായിരുന്നു. അത് പെട്ടെന്നങ്ങ് ഒടിഞ്ഞ് ആനയും മരക്കൊമ്പും കൂടെ ഈ മഹർഷിയുടെ ദേഹത്തേക്ക് വീണു. അദ്ദേഹത്തിന് കലശലായി ദേഷ്യം വരികയും അദ്ദേഹം തൻ്റെ പ്രാർത്ഥന മുടക്കിയ ആനകളെ ശപിക്കുകയും ചെയ്തു. എല്ലാ ആനകളുടെയും ചിറക് മുറിഞ്ഞു പോകട്ടെ, ഇനി ഒരിക്കലും അവയ്ക്ക് പറക്കാൻ പറ്റാതാവട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു. അങ്ങനെ ആനകളെല്ലാം ഭൂമിയിലേക്ക് പതിക്കുകയും അവ ഭൂമിയിൽ കാട്ടിൽ വസിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ 4 കൊമ്പനായ ഐരാവതത്തിന് മാത്രം ഈ ശാപം ഫലിച്ചില്ല. കാരണം ഐരാവതം ഇന്ദ്രൻ്റെ വാഹനമായിരുന്നു. ഇന്ദ്രൻ പ്രത്യേകമായി സംരക്ഷിച്ചത് കാരണമാണ് ഐരാവതത്തിൻ്റെ ചിറക് പോകാതിരുന്നത്. അങ്ങനെ ഇന്ദ്രനൊപ്പം ഐരാവതം സ്വർഗ്ഗലോകത്ത് വസിക്കുകയും ബാക്കി ആനകളെല്ലാം ഭൂമിയിൽ കാട്ടിൽ വസിക്കുകയും ചെയ്തു. ഇന്ദ്രൻ എവിടെ പോയി യുദ്ധം ചെയ്താലും ഇന്ദ്രനൊപ്പം ഐരാവതമായിരുന്നു പോകുമായിരുന്നത്. അസുരന്മാരോടുള്ള യുദ്ധത്തിൽ ഇന്ദ്രനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഐരാവതം. അത് ഇന്ദ്രനോട് മാത്രമല്ല, ഇന്ദ്രൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരോടും വളരെയധികം വിധേയത്വം കാണിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ദേവന്മാരെ ഒരു അസുരൻ ആക്രമിച്ചു. അവൻ്റെ പേര് സുരപത്മൻ എന്നായിരുന്നു. ഈ അസുരൻ വളരെ ശക്തനായിരുന്നു. അവൻ്റെ നേതൃത്വത്തിൽ അസുര സൈന്യം ദേവന്മാരെ ആക്രമിക്കുകയും ഒരുപാട് പേരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഈ സുരപത്മൻ നേരത്തെ തപസ് ചെയ്ത് ശിവഭഗവാനിൽ നിന്ന് തന്നെ ആർക്കും കൊല്ലാൻ പറ്റില്ല, താൻ ഒരിക്കലും മരിക്കില്ല എന്ന വരം വാങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ദേവന്മാർ എത്ര ശ്രമിച്ചിട്ടും ഇയാളെ കൊല്ലാൻ പറ്റിയില്ല. അങ്ങനെ ഈ കൊടുമ്പിരി കൊണ്ട യുദ്ധത്തിനിടയ്ക്ക് ഇന്ദ്രൻ നോക്കുമ്പോൾ
തൻ്റെ ഭാര്യയായ ശചീദേവിയെ ഉപദ്രവിക്കാൻ ഈ സുരപത്മൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. ശചീദേവിയെ ഉപദ്രവിക്കുകയാണെങ്കിൽ, അവരെ ആക്രമിക്കുകയാണെങ്കിൽ അത് ഇന്ദ്രനെ വേദനിപ്പിക്കും, ഇന്ദ്രനെ പരാജയപ്പെടുത്തും എന്നായിരുന്നു സുരപത്മൻ്റെ വിചാരം. ഇത് മനസ്സിലാക്കിയ ഇന്ദ്രൻ തൻ്റെ സൈന്യത്തിനോട്, തൻ്റെ ദേവസൈന്യത്തിനോട്, ഞാൻ ശചിയെ എവിടെയെങ്കിലും ദൂരെ കൊണ്ടുപോയി ആക്കിയിട്ട് വരാം, അതുവരെ ഐരാവതം എനിക്ക് പകരം യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ശചീദേവിയെ കൊണ്ട് അവിടുന്ന് പൊയ്ക്കളഞ്ഞു. അപ്പോൾ നായകനില്ലാതായ ദേവസൈന്യം അവരുടെ ഗുരുവായ ബൃഹസ്പതിയുടെ അടുത്തെത്തി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം ബൃഹസ്പതി പറഞ്ഞു, ഇന്ദ്രൻ ഇല്ലാത്ത സ്ഥിതിക്ക് ഇന്ദ്രൻ്റെ മകനായ ജയന്തൻ ദേവസൈന്യം നയിക്കട്ടെ എന്ന്. അങ്ങനെ ജയന്തൻ ദേവസൈന്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. ഇന്ദ്രനെ പോലെ നല്ലൊരു വില്ലാളി തന്നെയായിരുന്നു ജയന്തനും. ജയന്തൻ്റെ നേതൃത്വത്തിൽ ദേവസൈന്യം അസുരന്മാരോട് നന്നായിട്ട് ഏറ്റുമുട്ടി. തൻ്റെ സൈന്യത്തിലെ അസുരന്മാരെ ജയന്തൻ കൊന്നൊടുക്കുന്നത് കണ്ട സുരപത്മൻ ജയന്തന് നേരെ തിരിയുകയും ഒരമ്പ് ജയന്തനെ എയ്തു കൊള്ളിക്കുകയും ചെയ്തു. തൻ്റെ യജമാനായ ഇന്ദ്രൻ്റെ മകനെ സുരപത്മൻ അമ്പെയ്ത് വീഴ്ത്തുന്നത് കണ്ട ഐരാവതം വളരെയധികം ദേഷ്യത്തോടെ സുരപത്മനെ വന്ന് ആക്രമിക്കുകയും ദേഷ്യം വന്ന സുരപത്മൻ ഐരാവതത്തിന് നേരെ തിരിയുകയും ചെയ്തു. ഐരാവതമാണെങ്കിൽ വളരെയധികം കലിയോടെ സുരപത്മൻ്റെ തേരിന് നേരെ ആഞ്ഞടുക്കുകയും അത് നശിപ്പിച്ച് കളയുകയും ചെയ്തു. അതിനുശേഷം സുരപത്മനെ ചവിട്ടാനോങ്ങിയ ഐരാവതത്തിനെ സുരപത്മൻ തൻ്റെ വാളെടുത്ത് ഒറ്റ വെട്ട് കൊടുക്കുകയും ആ വെട്ടിൽ അതിൻ്റെ 2 കൊമ്പുകൾ മുറിഞ്ഞു പോവുകയും ചെയ്തു. മാത്രമല്ല പരിക്കേറ്റ ഐരാവതം ഭൂമിയിലേക്ക് വീണുപോയി. ആകാശത്താണെങ്കിൽ ദേവാസുര യുദ്ധം കുറേ കാലം കൂടി മുന്നോട്ട് പോയി. പിന്നീട് പാർവതീദേവിയുടെ മകനായ കാർത്തികേയൻ സുരപത്മനോട് വന്നെതിരുകയും അയാൾ തോൽപ്പിക്കുകയും ചെയ്തു. ഈ തോൽപ്പിച്ചത് തന്നെ വളരെ രസകരമായൊരു കഥയാണ്. കാർത്തികേയൻ ചെറിയ കുട്ടിയായതുകൊണ്ട് സുരപത്മൻ വിചാരിച്ചത് ഇവനെ പെട്ടെന്ന് തോൽപ്പിക്കാമെന്നാണ്. പക്ഷേ യുദ്ധം തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇവനൊരു സാധാരണക്കാരനല്ല. കാർത്തികേയൻ്റെ ബാണങ്ങളെ തടുക്കാൻ സുരപത്മൻ വളരെയധികം ബുദ്ധിമുട്ടി. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? അയാൾ ഒരു വലിയ പക്ഷിയായിട്ട് മാറി. പക്ഷേ ആ പക്ഷി രൂപത്തിൽ പോലും അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പലതവണ പറന്നു മാറിയിട്ടും കാർത്തികേയൻ്റെ ബാണങ്ങൾ അയാളെ പിന്തുടർന്ന് ചെന്നു. അപ്പോൾ അയാൾ വലിയൊരു മരമായിട്ട് മാറി, ഒരു പടുകൂറ്റൻ വൃക്ഷം. കാർത്തികേയൻ തൻ്റെ വേലെറിഞ്ഞ് ആ മരത്തിനെ 2ആയിട്ട് പിളർത്തി മാറ്റുകയും ഒരു ഭാഗത്തിനെ ഒരു കോഴിയാക്കി മാറ്റി തൻ്റെ കൊടിമേൽ അടയാളമാക്കി വെക്കുകയും മറ്റേ പകുതിയെ ഒരു മയിലാക്കി മാറ്റി തൻ്റെ വാഹനമാക്കുകയും ചെയ്തു. ഈ കാലം അത്രയും ഭൂമിയിൽ മുറിവേറ്റ് കിടക്കുകയായിരുന്നു ഐരാവതം. അതിന് പിന്നീട് സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല. വളരെ കാലത്തിന് ശേഷമാണ് ഐരാവതം കണ്ണു തുറന്നത് തന്നെ. കണ്ണു തുറന്ന ഐരാവതം നദീതീരത്ത് പോയി നിന്നുകൊണ്ട് ശിവഭഗവാനെ തപസ് ചെയ്യാൻ തുടങ്ങി. വർഷങ്ങളോളം അത് അവിടെ നിന്ന് തപസ് ചെയ്തു. അങ്ങനെ അവസാനം ശിവഭഗവാൻ അതിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരം വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ സ്വർഗത്തിലെ സ്ഥാനം തിരിച്ചു കിട്ടണം എന്നാണ് ഐരാവതം പറഞ്ഞത്. അങ്ങനെ ശിവഭഗവാൻ ഐരാവതത്തിൻ്റെ 2 കൊമ്പുകൾ, മുറിഞ്ഞുപോയ 2 കൊമ്പുകൾ തിരിച്ചു കൊടുക്കുകയും അതിനെ സ്വർഗത്തിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. അത് പിന്നീട് വീണ്ടും ഇന്ദ്രൻ്റെ വാഹനമായിട്ട് മാറി. ഇതാണ് ഐരാവതത്തിൻ്റെ കഥ. ഇനി ഞാൻ നന്ദികേശ്വരൻ്റെ കഥ പറഞ്ഞുതരാം. പണ്ട് ശിലാദൻ എന്നു പേരായ ഒരു മുനി ഉണ്ടായിരുന്നു. അദ്ദേഹം ഘോരമായ തപസ്സിലേർപ്പെട്ടു. വർഷങ്ങളോളം അദ്ദേഹം നമശിവായ ജപിച്ച് ശിവഭഗവാനെ പ്രാർത്ഥിച്ചു. അങ്ങനെ അവസാനം ശിവഭഗവാൻ ഈ ശിലാദ മുനിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് എന്ത് വേണം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു മകനെ വേണമെന്നാണ്. അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് ശിവൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ശിലാദ മുനി തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി. പിറ്റേന്ന് അദ്ദേഹം ഒരു കലപ്പയെടുത്ത് തൻ്റെ ആശ്രമത്തിനടുത്തുള്ള നിലം ഉഴുമ്പോൾ അവിടെ നിന്ന് ഒരു കുട്ടിയെ കിട്ടി. ഒരാൺകുട്ടി, സൂര്യനെ പോലെ തേജസ്സുള്ള ഒരു കുട്ടി. അപ്പോൾ ആ കുട്ടിയെ അദ്ദേഹം കയ്യിലെടുക്കുകയും അവനെ നന്ദി എന്ന് വിളിക്കുകയും ചെയ്തു. അങ്ങനെ തൻ്റെ മകനുമായിട്ട് ആശ്രമത്തിലേക്ക് പോയ ശിലാദൻ മകനെ വിദ്യകൾ അഭ്യസിപ്പിക്കാൻ തുടങ്ങി. എന്ത് പറഞ്ഞു കൊടുത്താലും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു നന്ദി. അവനെ പിതാവ് അദ്ദേഹത്തിന് അറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ച് തന്നെയാണ് വളർത്തിയത്. പിതാവിന് തൻ്റെ മകൻ്റെ ബുദ്ധിശക്തിയിലും അവൻ്റെ ഓർമ്മശക്തിയിലും അവൻ്റെ ഗ്രഹണശേഷിയിലുമൊക്കെ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഈ ശിലാദ മുനിയുടെ ആശ്രമത്തിൽ 2 അതിഥികൾ വന്നു. മിത്രനെന്നും വരുണനെന്നും പേരുള്ള 2 സന്യാസിമാരായിരുന്നു വന്നത്. ഈ സന്യാസിമാരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ചുമതല ശിലാദ മുനി തൻ്റെ മകനെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ മകനായ നന്ദി ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പിന്നാലെ നടന്ന് ചെയ്തു കൊടുത്തു. അവരുടെ കിടക്ക വിരിക്കുക,
അവർക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് ഭക്ഷണം വിളമ്പുക ഒക്കെ അവൻ വളരെ സന്തോഷത്തോടെയും ഭക്തിയോടെയും ചെയ്തു. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ 2 സന്യാസിമാരും പോകാനിറങ്ങി. അപ്പോൾ ശിലാദ മുനിയും മകനും കൂടി ഇവർക്കൊപ്പം ഈ ആശ്രമത്തിൻ്റെ പടിവാതിൽ വരെ ചെന്ന് അവരെ യാത്ര അയച്ചു. പോകുന്നതിന് മുമ്പായിട്ട് ഈ 2 സന്യാസിമാരും തിരിഞ്ഞു നിന്നിട്ട് ശിലാദനെ അനുഗ്രഹിച്ചു. നീ ഐശ്വര്യവാനായിട്ടും ഭക്തിമാനായിട്ടും നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം ചെറിയ നന്ദിയോട് തിരിഞ്ഞിട്ട് നീ ജീവിക്കുന്ന കാലം അത്രയും സന്തോഷവാനായിരിക്കട്ടെ മകനെ എന്ന് പറഞ്ഞിട്ട് ഇവർ പോകാനിറങ്ങി. അപ്പോൾ ശിലാദ മുനി അവരുടെ പിന്നാലെ ഓടിച്ചെന്നു. ഒന്ന് നിൽക്കണേ, ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സന്യാസിമാർ 2 പേരും നിന്നു. ഓടിച്ചെന്ന ശിലാദ മുനി അവരോട് ചോദിച്ചു, എന്നെ നിങ്ങൾ നീണാൾ വാഴട്ടെ എന്ന് അനുഗ്രഹിച്ചു, പക്ഷേ എൻ്റെ മകൻ ചെറുപ്പമാണ്, അവനോട് നിങ്ങൾ നീണാൾ വാഴട്ടെ, ഒരുപാട് കാലം ജീവിക്കട്ടെ എന്ന് പറഞ്ഞില്ല. അതെന്താ അങ്ങനെ പറയാതിരുന്നത്? അവനെ കൂടെ അങ്ങനെ ഒന്ന് അനുഗ്രഹിച്ചിട്ട് പോകണം. അപ്പോൾ ഈ 2 സന്യാസിമാരും പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നിൻ്റെ മകനെ നീണാൾ വാഴട്ടെ, അവൻ ഒരുപാട് കാലം ജീവിക്കട്ടെ എന്ന് അനുഗ്രഹിക്കാൻ ഞങ്ങൾ അശക്തരാണ്. അപ്പോൾ ശിലാദൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? എൻ്റെ മകൻ നന്നായിട്ടല്ലേ നിങ്ങളെ പരിചരിച്ചത്? അപ്പോൾ അവർ പറഞ്ഞു, ശിലാദ, വിധിയെ ആർക്ക് തടുക്കാൻ പറ്റും? നിൻ്റെ മകൻ നല്ലവനാണ്, ഭക്തനാണ്, പക്ഷേ അവന് ആയുസ് കുറവാണ്. അതുകൊണ്ട് അവനെ ദീർഘായുസായിട്ടിരിക്കട്ടെ, നീണാൾ വാഴട്ടെ എന്നൊന്നും ഞങ്ങൾക്ക് അനുഗ്രഹിക്കാൻ പറ്റില്ല. ഇതും പറഞ്ഞ് സന്യാസിമാർ പോയി. പക്ഷേ ശിലാദന് വലിയ വിഷമമായി. ആറ്റുനോറ്റിരുന്ന് ഒരുപാട് തപസ് ചെയ്ത് കിട്ടിയ കുട്ടിയാണ്. അദ്ദേഹം വളരെ ദുഃഖത്തോടെ ആശ്രമത്തിലേക്ക് തിരിച്ചു ചെന്നു. അപ്പോൾ നന്ദി പിതാവിൻ്റെ ഭാവമാറ്റം കണ്ട് എന്താണ് എന്ന് അന്വേഷിച്ചു. ആദ്യമൊന്നും പിതാവ് ഈ കാര്യം പറഞ്ഞില്ല. പക്ഷേ ഒരുപാട് നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മകനോട് സത്യം തുറന്നു പറഞ്ഞു. മകനെ, നിനക്ക് ആയുസ് കുറവാണെന്ന് ഈ സന്യാസിമാർ പറഞ്ഞിട്ട് പോയി. അപ്പോൾ കുട്ടി ചോദിച്ചു, അച്ഛൻ അതിനെന്തിനാണ് വിഷമിക്കുന്നത്? നമ്മളെ എല്ലാവരെയും ഭഗവാൻ ശിവൻ സംരക്ഷിക്കുന്നുവെന്ന് അങ്ങ് എന്നോട് പറഞ്ഞു തന്നിട്ടില്ലേ? അപ്പോൾ ഭഗവാന്റെ സംരക്ഷണ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനു പേടിക്കണം? ഞാൻ ഉടൻ തന്നെ അദ്ദേഹത്തെ തപസ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഈ കുട്ടി കഠിനമായ തപസ് തുടങ്ങി. ഒരുപാട് കാലം ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അവൻ തപസ് ചെയ്തു. കഠിന വ്രതത്തിൽ അവൻ തപസ് ചെയ്തു. കാറ്റും മഴയും വെയിലും മഞ്ഞും ഒക്കെ ഏറ്റ് അവൻ തപസ് ചെയ്തു. അങ്ങനെ അവസാനം ശിവഭഗവാൻ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് എന്ത് വേണം എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങയുടെ നാമം ജപിച്ചുകൊണ്ട് അടുത്ത 1 വർഷം കഴിയാൻ എന്നെ അനുവദിക്കണം. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ മറഞ്ഞു. അങ്ങനെ നന്ദി 1 വർഷം മുഴുവൻ ശിവനാമം ജപിച്ചുകൊണ്ടിരുന്നു. അവസാനം ശിവഭഗവാൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. 1 വർഷമായല്ലോ നീ എന്നെ ഭജിക്കുന്നു, നിനക്ക് എന്ത് വേണം എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് അടുത്ത 1 വർഷം മുഴുവൻ അങ്ങയെ ജപിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ മറഞ്ഞു. അടുത്ത 1 വർഷം മുഴുവൻ നന്ദി ശിവനാമം ജപിച്ചുകൊണ്ടിരുന്നു. ആ വർഷത്തിൻ്റെ അവസാനവും ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എന്ത് വേണം എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ വീണ്ടും പറഞ്ഞു, എനിക്ക് അങ്ങയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ എല്ലാ വർഷവും ശിവഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും നന്ദി ഒരേ കാര്യം തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു. അടുത്ത 1 വർഷം മുഴുവൻ എനിക്ക് അങ്ങയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അവസാനം ശിവഭഗവാൻ പറഞ്ഞു, നന്ദി മതി, നീ അമരനായി കഴിഞ്ഞു, നിനക്കിനി ഒരിക്കലും മരണമില്ല, നീ ഇനി ഇതേ കാര്യം തന്നെ എന്നോട് ചോദിക്കണമെന്നില്ല. അപ്പോൾ നന്ദി പറഞ്ഞു, എന്നാലും എനിക്ക് എൻ്റെ പ്രാർത്ഥന നിർത്തണ്ട, ഈ പ്രാർത്ഥനയോടുകൂടി എന്നും അങ്ങയുടെ അടുത്ത് കഴിയാൻ എന്നെ അനുഗ്രഹിക്കണം. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ശിവഭഗവാൻ പറയുകയും അവനെ ഒരു കാളയാക്കി മാറ്റിയിട്ട് തൻ്റെ വാഹനമായിട്ട് ഒപ്പം കൂട്ടുകയും ചെയ്തു. അങ്ങനെയാണ് നന്ദി എന്ന വലിയ കാളക്കൂറ്റൻ ശിവഭഗവാന്റെ വാഹനമായിട്ട് മാറിയത്. അദ്ദേഹം കൈലാസത്തിലേക്ക് നന്ദിയെയും കൊണ്ട് പോവുകയും ചെയ്തു. നന്ദിയുടെ പുറത്താണ് ശിവഭഗവാൻ അന്നു മുതൽ യാത്ര ചെയ്തത്. എവിടെ പോയാലും നന്ദിയുടെ പുറത്തായിരുന്നു അദ്ദേഹം പോകുന്നത്. അങ്ങനെ ഇരിക്കെ ദേവന്മാർ അസുരന്മാരോട് ചേർന്ന് പാലാഴി കടയാൻ ആരംഭിച്ചു. മന്ധരപർവ്വതം കടകോലാക്കി അനന്തനെ അതിനു ചുറ്റും വരിഞ്ഞു മുറുക്കി ഒരു വശത്ത് ദേവന്മാരും മറ്റൊരു വശത്ത് അസുരന്മാരും നിന്നുകൊണ്ടാണ് അവർ ഇങ്ങനെ പാലാഴി കടഞ്ഞത്. അങ്ങനെ പാലാഴി കടഞ്ഞപ്പോൾ ഒരു വലിയ വിഷം ആ പാലാഴിയിൽ നിന്ന് ഉയർത്തിരിഞ്ഞു വന്നു. അതിൻ്റെ പേര് ഹലഹല എന്ന് പറയുന്നൊരു വിഷമായിരുന്നു അത്. ഈ വിഷം പാലാഴിയിൽ നിന്ന് ഉയർന്നു പൊങ്ങി ഭൂമിയിലേക്ക് പരക്കാൻ തുടങ്ങി. അത് ഭൂമിയിൽ വീണാൽ ഭൂമി മുഴുവൻ നശിക്കും എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ ഉടൻ തന്നെ കൈലാസത്തിലേക്ക് ഓടി ചെല്ലുകയും ശിവപാർവതിമാരുടെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ശിവൻ പറഞ്ഞു, ഈ വിഷം എവിടെയും വെക്കാൻ പറ്റില്ല, ഭൂമിയിലോ ആകാശത്തോ വായുവിലോ ഒന്നും പറ്റില്ല, അതുകൊണ്ട് ഞാനിത് കുടിച്ചു കൊള്ളാം. അങ്ങനെ അദ്ദേഹം നന്ദിയുടെ പുറത്ത് കയറി ഈ വിഷം കുടിക്കാൻ വേണ്ടിയിട്ട് പാർവതി ദേവിയോടൊപ്പം പോയി. പാലാഴി കടയുന്ന സ്ഥലത്ത് ചെന്നു. അപ്പോൾ പാലാഴിയിൽ നിന്ന് ഉയർന്നു വരുന്ന ഈ വിഷം കണ്ടു.
അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ കൈക്കൊമ്പിളിൽ ആ വിഷം എടുത്തിട്ട് കുടിക്കാൻ തുടങ്ങി. ആ വിഷം അദ്ദേഹത്തിൻ്റെ വയറ്റിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പാർവതി ദേവി അദ്ദേഹത്തിൻ്റെ കഴുത്തിന് പതുക്കെ അമർത്തി പിടിക്കുകയും അങ്ങനെ ആ വിഷം അവിടെ തങ്ങുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം കയ്യിലെടുത്ത് ഈ വിഷം കുടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് തുള്ളി വിഷം ഊർന്ന് താഴേക്ക് വീണിരുന്നു. ഈ ഊർന്ന് താഴേക്ക് പതിക്കുന്ന വിഷം എവിടെയെങ്കിലും വീഴുകയാണെങ്കിൽ അവിടെ മുഴുവൻ നശിച്ചു പോകും എന്നറിയാമായിരുന്ന നന്ദി ഓടിച്ചെന്ന് തൻ്റെ നാവ് കൊണ്ട് ആ വിഷം നക്കിയെടുത്ത് കുടിച്ചു കളഞ്ഞു. നന്ദി ഉടൻ തന്നെ മരിച്ചു പോകും എന്ന് മറ്റുള്ള ദേവന്മാരെല്ലാവരും കരുതി. പക്ഷെ നന്ദിക്ക് ഒന്നും പറ്റിയില്ല. അവർ ശിവഭഗവാനോട് ചോദിച്ചു, ഇത്ര വലിയ വിഷം കുടിച്ചിട്ട് എന്തുകൊണ്ടാണ് നന്ദിക്ക് ഒന്നും പറ്റാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നന്ദി എൻ്റെ പരമഭക്തനാണ്. എനിക്ക് എന്തൊക്കെ സംരക്ഷണം കിട്ടുന്നോ ആ സംരക്ഷണങ്ങളെല്ലാം നന്ദിക്കുമുണ്ട്. എന്നെ ആ വിഷം തീണ്ടിയില്ലെങ്കിൽ നന്ദിയും തീണ്ടുകയില്ല. അങ്ങനെ നന്ദിയുമായിട്ട് ശിവഭഗവാനും പാർവതി ദേവിയും കൈലാസത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇടയ്ക്കൊരു ദിവസം രാവണൻ കൈലാസം സന്ദർശിച്ചിരുന്നു. അപ്പോൾ കൈലാസത്തിൻ്റെ കവാടങ്ങൾ അടച്ചിട്ട് നന്ദി അവിടെ കാവൽ നിൽക്കുകയായിരുന്നു. നന്ദിയെ കണ്ട് വഴിമാറുത്ത എന്ന് അലറിക്കൊണ്ട് രാവണൻ അകത്തേക്ക് വന്നു. നീ ആരാണ് എൻ്റെ വഴി തടയാൻ? വാതിൽ തുറക്കൂ എന്ന് പറഞ്ഞു. നന്ദി പറഞ്ഞു, നീ ആരാണെങ്കിലും ഞാൻ ഒരിക്കലും ഈ വാതിൽ തുറന്നു തരികയില്ല. എന്നോട് ശിവഭഗവാനോ പാർവതി ദേവിയോ വാതിൽ തുറന്നു തരൂ എന്ന് പറയാതെ ഞാൻ നിനക്ക് തുറന്നു തരികയില്ല. അവരിപ്പോൾ വിശ്രമിക്കുകയാണ്, അങ്ങോട്ട് ആരെയും കടത്തിവിടരുതെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇത് കേട്ട രാവണന് ഭയങ്കര ദേഷ്യം വന്നു. രാവണൻ കുറച്ചൊന്ന് ബലം പ്രയോഗിച്ച് നോക്കിയെങ്കിലും നന്ദിയെ കടന്ന് അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല. ദേഷ്യത്തോടെ രാവണൻ ലങ്കയിലേക്ക് തിരിച്ചുപോയി. പിന്നീട് രാമരാവണ യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ശിവഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള മന്ത്രങ്ങൾ ഹനുമാന് പറഞ്ഞു കൊടുത്തത് നന്ദിയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്ന ക്ഷേത്രങ്ങളിലെല്ലാം നന്ദിയെ നമുക്ക് കാണാൻ പറ്റും. അചഞ്ചലമായ ഭക്തിയുടെ പ്രതീകമാണ് നന്ദി. അപ്പോൾ ഇഷ്ടമായോ നന്ദിയുടെ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.